ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ഞാൻ ഇന്ന് ഉർവശിയോട് സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. പലപ്പോഴും അവളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ വന്നിട്ട് ക്ഷമിച്ചു. മറ്റുള്ളവരോട് അവളോട് പൊറുക്കണമെന്നും ഞാൻ പറഞ്ഞു. എന്നിട്ടും എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ? എത്ര തന്നെ തെറ്റ് ചെയ്താലും കണിമംഗലത്ത് നിന്ന് ഇറക്കി വിട്ടതും ചെറിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അമ്മേ. എന്നെ വിളിച്ചപ്പോഴൊക്കെ അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറിയച്ഛൻ ജയിലിലാണ്, എന്നിട്ട് പോലും ആരും കാരുണ്യം കാണിച്ചില്ലല്ലോ എന്ന്. ചെറിയമ്മ സ്വർണ്ണം എടുത്തതൊക്കെ ഗൗതമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഏതൊരമ്മയും ചെയ്തു പോകുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ചെറിയമ്മയ്ക്ക് അമ്മയും മുത്തശ്ശിയും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു. പാവം, അതെന്നോട് പലവട്ടം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അമ്മ ഇറക്കി വിട്ടതും ഒരിക്കലും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചത്താലും കണിമംഗലത്ത് കിടന്ന് ചാവൂന്ന് ചെറിയമ്മ പറഞ്ഞിരുന്നു. അത് തന്നെയായിരിക്കും ഇങ്ങനൊരു തീരുമാനം എടുത്തതിന്റെ പിന്നില്. നീ എന്താ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കുന്നേ? വേറെ ആരെ പറ്റിയാ പറയേണ്ടത്? ഇറക്കി വിടാൻ അമ്മയ്ക്കും രാധികയ്ക്കും വാശിയായിരുന്നു. പക്ഷെ സ്വയം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ആർക്കും മനസ്സിലായില്ല. ചെറിയമ്മ മനസ്സ് നേറി തന്നെ ഇത് ചെയ്തത്. ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതും ആ നീറ്റില് കൊണ്ടായിരിക്കും. ഈശ്വര, ഒന്നും വരുത്തല്ലേ അവൾക്ക്. വെൽക്കം സർ, പ്ലീസ് കം. ലഗേജ് മുറിയിലേക്ക് കൊണ്ടുവരാൻ പറയാം സർ. കീ കൊടുത്തോളൂ സർ, കാർ അവര് പാർക്ക് ചെയ്തോളൂ. വരൂ മാഡം. ദാ ഇവിടെ. ഹായ്. ഹായ് സർ. എന്താ വേണ്ടേ? ഡോക്യുമെന്റ്സ്? സർ, ID പ്രൂഫ് തന്നാ മതി. എന്താ സർ? ഇതിലൊന്ന് സൈൻ ചെയ്യണേ സർ. താങ്ക് യു സർ. എത്ര ദിവസം ഉണ്ടാവും സർ? അത് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ യാത്രയ്ക്ക് ഇതുവരെ ഒരു പ്രോപ്പർ പ്ലാൻ ആയിട്ടില്ല. താങ്ക് യു സർ. താങ്ക് യു സർ. 3rd ഫ്ലോർ ആണേ, 603. ഓക്കെ സർ. വാ. പ്ലീസ് സർ.
ഏ അതെ, ഹണിമൂൺ ട്രിപ്പാണ്. യാതൊരു കാരണവശാലും നോ എന്ന് പറയുന്ന വാക്കില്ല. ഉം? ഇതാരാ? സർ ബാഗ് ഇങ്ങോട്ട് വെച്ചു. ആ ദാ, എനിത്തിങ് എൽസ്? വരട്ടെ, ഞാൻ വിളിച്ചോളാം. ശരി. അടുത്ത ആള് ഇപ്പൊ വരും. അടുത്തങ്ങനെ ആരെങ്കിലും വന്നാലേ കൊല്ലിഞ്ഞു. ആ എങ്ങനെയുണ്ട്? ഹായ്, നല്ല രസമുണ്ട്. സീനല്ലേ? ഉം. സൂപ്പർ. ദേ അതൊക്കെ. നോക്ക്, മല ഉണ്ടോ? ആ. അതെ, ഉം. താനിവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കേ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവും. ഓക്കേ? അതെ, ഞാൻ കുളിക്കാൻ പോകുമ്പോ താൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഞാൻ പറയട്ടെ. പറ. വേറെന്ത് ചെയ്യാനാ? താൻ ആ ഫോൺ എടുത്തിട്ട് അച്ഛനും അമ്മയും കൊണ്ട് വിളിക്കും. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ടാണ് പറഞ്ഞേ? ഓ, താൻ അമേരിക്കൻ പ്രസിഡന്റ് ആണല്ലോ. ഒരു ദിവസം 10,000 പ്രോഗ്രാം ഉണ്ടാവുമല്ലോ. താൻ വിളിക്കേ, ഞാൻ കുളിച്ചിട്ട് വരാം. യശോദേ, ദേ മോള് വിളിക്കുന്നുണ്ട്. ഹലോ മോളെ. ആ അച്ഛാ, അമ്മ എവിടെ? ആ മോളെ, അമ്മ കേൾക്കുന്നുണ്ട്. എവിടെയാ നിങ്ങള്? ഞങ്ങള് കൊറേ യാത്ര ചെയ്തു അമ്മ. കൊറേ സ്ഥലങ്ങളിൽ പോയി. എല്ലാ സ്ഥലങ്ങളും വരുണ് നന്നായിട്ട് അറിയാം. വരുൺ ഇവിടേക്ക് 2-3 തവണ വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. ആ, അയാള് പണ്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളല്ലേ. ആ അച്ഛാ, ഇപ്പോഴേ ഞങ്ങള് വലിയൊരു ഹോട്ടലിലാ. ഞാനിതുവരെ ഇത്രയും വലിയ ഹോട്ടലിലോ ഇത്രയും വലിയ മുറിയോ ഒന്നും കണ്ടിട്ടില്ല. ഒക്കെ നിന്റെ ഭാഗ്യം മോളെ. നിന്നെ സന്തോഷത്തോടെ കൊണ്ടു നടക്കാൻ വരുൺ ശ്രമിക്കുന്നുണ്ടല്ലോ. വരണ്ട കാര്യം രസാ. ഇപ്പൊ ഈ പോകുന്നത് കൂടാതെ ഒരുപാട് ട്രിപ്പുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പോണെന്നാ പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മോള്. ഇപ്പൊ എല്ലാ സന്തോഷവും ഒരുമിച്ച് അങ്ങോട്ട് അനുഭവിച്ചോളൂ. പക്ഷെ ഇതിനൊക്കെ കാരണം അച്ഛനമ്മയല്ലേ? എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലേ വരുണേട്ടനെ കൂട്ടിച്ചേർത്തത്.